ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ കുറിച്ചിട്ട് കുറച്ച് സംശയങ്ങൾ ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഒരു ചെറിയ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരു വ്ളോഗറും ക്രിയേറ്ററൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ മോണിറ്റൈസേഷനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അത് വേറെ ഒന്നുമില്ല, നമ്മൾ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇടുന്ന കണ്ടൻറ്റ് നമ്മൾ തന്നെ ചെയ്ത കണ്ടൻ്റ് ആയിരിക്കണം, ഓൺ കണ്ടൻ്റ് ആയിരിക്കണം. കൂടാതെ തന്നെ സിനിമ, മ്യൂസിക് പോലുള്ള മ്യൂസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ചേർക്കാനായിട്ട് പാടില്ല. ബൈ ചാൻസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് മോണിറ്റൈസേഷൻ കിട്ടുന്നതിന് വളരെ പ്രയാസമായിരിക്കും. ഫേസ്ബുക്കിൽ നിന്ന് പൈസ വാങ്ങണം, സമ്പാദിക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വെറുതെ ഫോളോ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് ആ മോണിറ്റൈസേഷൻ ഓപ്പണായി നമുക്ക് അതിനകത്തുനിന്ന് ക്യാഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അതിനകത്ത് മ്യൂസിക് ഒന്നും തന്നെ പുറത്തുനിന്നുള്ള മ്യൂസിക്കുകളൊന്നും തന്നെ ആഡ് ചെയ്യാതിരിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് നമുക്ക് സംസാരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഫേസ് കാണിച്ച് റീൽ ചെയ്യുന്ന രീതിയിലോ ഇല്ലെങ്കിൽ ബാക്ക് ക്യാമറ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെയോ എന്തെങ്കിലും റിവ്യൂ ചെയ്യുന്ന രീതിയിലോ ഒക്കെ നമുക്ക് ചെയ്യാം. വ്ളോഗോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്ത് വേണം നമ്മൾ ഫേസ്ബുക്കിലോട്ട്. അത് ഫേസ്ബുക്ക് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ക്രിയേഷനാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അതുപോലെയുള്ള നമുക്ക് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് അതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. ഇനി അടുത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോണിറ്റൈസേഷൻ എങ്ങനെ കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈറ്റീരിയ ഉണ്ട്, അവർക്ക് ഓരോ ക്രൈറ്റീരിയ. അതിൽ 10,000 ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ അനുസരിച്ച് 10,000 ഫോളോയാണ് നമുക്ക് വേണ്ടത്. കൂടാതെ തന്നെ 6 ലക്ഷം മിനിറ്റ് നമ്മുടെ വീഡിയോസ്, നമ്മളിടുന്ന വീഡിയോസ് ആൾക്കാർ കണ്ടിരിക്കണം എന്നുള്ളതും അവരുടെ ഒരു ക്രൈറ്റീരിയയിലുള്ളൊരു കാര്യമാണ്. അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. 6 ലക്ഷം മിനിറ്റ് വാങ്ങിയെടുക്കുക, 10,000 ഫോളോ ഒപ്പിക്കുക എന്നൊക്കെ ഉള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് 5,000 ഫോളോയും 6 ലക്ഷം മിനിറ്റ് ഉള്ള സമയത്താണ് ക്രൈറ്റീരിയ പൂർത്തിയായത്. ഇനി അങ്ങനെ ക്രൈറ്റീരിയ പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ആദ്യം റീൽസ്, സ്റ്റാർ ഇതുപോലുള്ള ചെറിയ ചെറിയ ടൂളുകൾ ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. അത് ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു സാധനമാണ് ഇൻസ്ട്രീം ആഡ്സ് എന്ന് പറഞ്ഞൊരു സാധനം. ആ ടൂള് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് കൊടുക്കണം അവർക്ക്. അപ്പോൾ അതിനകത്ത് ഇത് റിവ്യൂ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ സൈഡിൽ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ക്രൈറ്റീരിയ പൂർത്തിയാക്കുമ്പോൾ. അപ്പോൾ ആ റിവ്യൂ കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു മെയിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫോം അവർക്ക് സബ്മിറ്റ് ചെയ്യുകയും എൻ്റെ ചാനൽ റിവ്യൂ ചെയ്യാനായിട്ട് ഉള്ള ഫോം നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിക്വസ്റ്റ് കൊടുക്കരുത് നമ്മൾ. അപ്പോൾ അവർ നിങ്ങളെ ചാനലിനെ വന്ന് പഠിക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എത്ര വർഷമായി, ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ചെയ്ത ക്രൈറ്റീരിയകളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ, ഇതെല്ലാം അവർ നോക്കിയതിന് ശേഷം അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും മോണിറ്റൈസേഷൻ കിട്ടുന്നത്. അത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാസമോ 3 മാസമോ 4 മാസം വരെ എടുക്കാം. നമ്മൾ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരിക്കലും കിട്ടത്തില്ല. 2-3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. ഇനി നിങ്ങൾ ഇട്ടിരിക്കുന്ന വീഡിയോയിലോ ഫോട്ടോസിലോ അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോയോ, ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വീഡിയോ, യൂട്യൂബ് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വീഡിയോകളോ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടാവും. പിന്നെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഫോട്ടോസിൽ നിങ്ങൾ ഇത് വൾഗറായിട്ട് എന്തെങ്കിലും ഫോട്ടോ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഉടുപ്പില്ലാത്ത ഫോട്ടോയോ, പോക്കറ്റിൽ കൈ വെച്ച് ഇട്ടിരിക്കുന്ന ഫോട്ടോയോ, കൊച്ചുകുട്ടികളുടെ ഫോട്ടോയോ ഒക്കെ, കൊച്ചുകുട്ടികൾ ഈ ഉടുപ്പൊന്നും ഇല്ലാത്ത ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മോണിറ്റൈസേഷൻ തരാത്തതിന് കാരണമാകും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഡിജിറ്റൽ ക്രിയേറ്ററായി നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് പൈസ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ ഇട്ടോളൂ. പക്ഷേ ഈ പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഫോട്ടോയോ അങ്ങനെയുള്ള ഫോട്ടോകളൊന്നും കൂടുതൽ ഉൾപ്പെടുത്താതിരിക്കുക. കാര്യം മോണിറ്റൈസേഷൻ വളരെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണത്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഓൺ കണ്ടന്റ് സ്വന്തമായിട്ട് സംസാരിച്ച് നിർമ്മിച്ച, ഇപ്പോൾ പാചകമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആവാം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുക. അല്ലാതെ ഈ നമ്മൾ ഈ ആക്ടിംഗ് ഒക്കെ കാണിക്കുന്ന ഒരു റീലൊക്കെ ആക്ടിങ് ഇടുന്ന അതിനൊന്നും ഫേസ്ബുക്ക് ഒരിക്കലും പൈസ തരാൻ പോകുന്നില്ല. എത്ര വർഷം നിങ്ങൾ ശ്രമിച്ചാൽ അത് അവർ തരത്തില്ല. അപ്പം അങ്ങനെ കാര്യമായിട്ട് ഗൂഗിൾ പോലുള്ള ഇതിനകത്ത് ഉള്ള കണ്ടൻറ്റുകൾ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടൻറ്റ് പോലെയുള്ള വയലേഷൻസ്, കോപ്പിറൈറ്റ് ഇഷ്യൂ, മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ, ഇതെല്ലാം ഫേസ്ബുക്കിനകത്ത് ഉള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് ഫുൾ മോണിറ്റൈസേഷൻ ഓപ്പണാണ്, ക്യാഷ് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേരെന്താണോ ആ പേര് തന്നെ ആയിരിക്കണം, പ്രൊഫൈലിൻ്റെ പേര് അത് തന്നെ ആയിരിക്കണം, ബാങ്ക് അക്കൗണ്ടിൻ്റെ പേര് അത് തന്നെ ആയിരിക്കണം, പാൻ കാർഡിലെ പേര് സെയിം ആയിരിക്കണം, ID കാർഡിൽ, ആധാർ കാർഡിലെല്ലാം പേരെല്ലാം സെയിം തന്നെ ആയിരിക്കണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് ബാങ്കിലേക്ക് ക്യാഷ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
കാര്യം പേപ്പാൽ ആണ്, അല്ലെങ്കിൽ ഹൈപ്പർ വാലറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ ഫേസ്ബുക്കിൻ്റെ ഒരു ക്യാഷ് നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് വള്ളിയും പുള്ളിയും തെറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ നോക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന രീതിയിൽ അക്കൗണ്ടൊക്കെ പക്കയായിരിക്കണം, ബാങ്ക് അക്കൗണ്ട് പേര് എല്ലാം പക്കയായിരിക്കണം. ഒരു ഇനിഷ്യൽ പോലും ഒരു സ്പെല്ലിംഗ് പോലും വ്യത്യാസം വരാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ, യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ അത്ര എളുപ്പമല്ല. യൂട്യൂബ് മോണിറ്റൈസേഷൻ വളരെ പാടാണ്, എന്നാൽ പോലും ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മൾ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങി ആദ്യം തൊട്ട് അവസാനം വരെ ഇട്ട എല്ലാ കണ്ടൻറ്റും അവർ മോണിറ്റൈസേഷൻ സമയത്ത് റിവ്യൂ ചെയ്യും. ആ സമയത്ത് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അവരെ ഫുൾ AI വെച്ചിട്ടാണ് ചെയ്യുന്നത്. തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ ഒരിക്കലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓപ്പണാക്കി തരത്തില്ല. 3 പ്രാവശ്യമാണ് ഇതിൻ്റെ സാധ്യത ഉള്ളത്. നമുക്ക് അവസരമുള്ളത് 3 പ്രാവശ്യമാണ്. 3 പ്രാവശ്യത്തിനിടയിൽ നമ്മൾ ഈ മോണിറ്റൈസേഷൻ വാങ്ങിയെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വാങ്ങിയെടുക്കാനായിട്ടുള്ളൊരു അവസരം ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്നായാലും യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നായാലും നമുക്ക് കിട്ടത്തില്ല. ഞാനിപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് യൂട്യൂബിനകത്തും ഉള്ളത്. പിന്നെ അതിനകത്ത് നമുക്ക് യൂട്യൂബിനകത്ത് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ മ്യൂസിക്കൊക്കെ നമുക്ക് ആഡ് ചെയ്യാം, പക്ഷേ അത് കോപ്പിറൈറ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മെയിൽ വരും, കോപ്പിറൈറ്റഡ് കണ്ടന്റ് ആണെങ്കിൽ മെയിൽ വരും. പക്ഷേ ഫേസ്ബുക്കിനകത്താണെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സാധനത്തിൽ എവിടെയെങ്കിലും ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിലായിട്ട് വരത്തില്ല. പകരം അതിൽ മുകൾ സൈഡിൽ ഒരു ചുവപ്പ് കളറിലുള്ള ഒരു സംഭവം വന്നിട്ട് കോപ്പിറൈറ്റ് എന്ന് മാത്രമേ കാണിക്കുള്ളൂ. അത് ഏത് കണ്ടന്റ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് ഇന്നിടുന്ന കണ്ടന്റിൻ്റെ കോപ്പിറൈറ്റ് നമുക്ക് അറിയാൻ വേണ്ടി 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ എല്ലാം കോപ്പിറൈറ്റ് ഇഷ്യൂ നമുക്ക് വരുന്നത്. അപ്പോൾ ചില കോപ്പിറൈറ്റുകൾ പ്രശ്നമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സ് അവർ മറ്റൊരാളിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും, യഥാർത്ഥ ഓണറിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് മെയിലൊക്കെ. ചിലതൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ വയലേഷനൊക്കെ ഉണ്ടെങ്കിൽ വയലേഷൻ അത് ചിലപ്പോൾ ചില സമയത്ത് അപ്പോഴേ കിട്ടും, ഇല്ലെങ്കിൽ 2-3 മാസമൊക്കെ എടുക്കും. അപ്പോൾ നമുക്കത് പിന്നെ കണ്ടുപിടിച്ച് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കിതുപോലെ ഞാൻ 2011 ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് 2024 വരെ ഇട്ടതിൽ ചെറിയ ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ മോണിറ്റൈസേഷൻ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഇട്ടിരുന്ന ഒരു 10,000 റീൽസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഈ മോണിറ്റൈസേഷൻ കിട്ടാത്തതുകൊണ്ടാണ് റീൽസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 2011 തൊട്ട് 2024 വരെ ഇട്ട മൊത്തം ഫോട്ടോയും കുറേ ഫോട്ടോസ് ഉണ്ട്, എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഒന്നേന്ന് ഇട്ടിട്ടാണ് എനിക്ക് 2ാമത്തെ പ്രാവശ്യമാണ് മോണിറ്റൈസേഷൻ കിട്ടിയത്. മോണിറ്റൈസേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇനി ആവശ്യമാണെങ്കിൽ താഴെ കമൻ്റ് ഇടാം. ഞാനും സത്യം പറഞ്ഞാൽ വ്ളോഗറാണ്, പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ആളാണ്, പിന്നെ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഈ സമയം കുറവുണ്ട്, നമുക്ക് എന്തായാലും നോക്കാം. നിങ്ങൾ കുറേ പേര് കമൻറ്റ് ഇട്ടേക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, അവർക്കൊരു ഉപകാരം ആകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടത്. ഓക്കെ, താങ്ക് യു.